ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പതിവ് പോലെ ഇന്നും ഞാൻ രാവിലെ തന്നെ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സനുക്കും മുന്നുക്കും സ്കൂളില്ല, അപ്പോൾ പണികളൊക്കെ സാവധാനമാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സനുമോനിക്ക് മദ്രസ ഉണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം പോകുമ്പോൾ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓന് മദ്രസ ഇട്ട് വന്നിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓട്സ് ആക്കാം, രായി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രായി പിന്നെ പൊന്നൊക്കെ പറ്റില്ല, ഓട്സ് ആകുമ്പോൾ നമ്മൾ മൂന്നാളും കുടിച്ചോളും. അപ്പോൾ ഞാൻ ഏതായാലും ഓട്സ് ഉണ്ടാക്കട്ടെ. 2 ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് തികച്ച് ഞാൻ വെള്ളം എടുത്തിട്ടില്ല, ഇതിനെ നമുക്ക് 3 കുടിക്കാണ്ടാവും കേട്ടോ. അപ്പോൾ അത്രേ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും പാലില്ല, പാൽപ്പൊടിനെ കൊണ്ടാട്ടുണ്ടാക്കണം. പാൽ പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കൂടെ നിൽക്കല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ട് പാൽപ്പൊടി പിന്നെ ഇങ്ങനെ കൊടുന്ന് വെക്കും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, ആരൊക്കെ വന്നാലോ അങ്ങനെ ആവശ്യം വരുമ്പോഴൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പാൽപ്പൊടി എപ്പോഴും കൊടുന്ന് വെക്കും കേട്ടോ. അങ്ങനെ എന്താണ് ഞാൻ ഓട്സ് ആക്കിയിട്ട് ചൂടൊക്കെ ആറ്റിയിട്ട് ഞാൻ അവിടെ വെക്കും. അപ്പോൾ പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊന്നു സനു ഓൽക്ക് ടൈം ആകുമ്പോൾ വന്ന് കുടിക്കും കേട്ടോ. ടൈം ആകുമ്പോൾ മീൻസ് ഓല പല്ലേക്കലും കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിക്കും. ഓൽക്ക് പോകാനാകുമ്പോൾ ഓൽക്ക് പറഞ്ഞാൽ പൊന്നൊക്കൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് ഓള് നിസ്കാരം കഴിഞ്ഞാണ്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഓള് ഞാൻ എണീക്കുന്ന മുന്നേ എണീച്ചിട്ടുണ്ടായിരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഓൾ കടന്നാണ്. ഇനി ഓൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കിച്ചണിക്ക് വരും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഉറങ്ങുള്ളൂ. അപ്പോൾ സനു പോകുള്ളൂ, ഓൾ ഉറങ്ങും. സനു പോയി കഴിഞ്ഞാൽ ഓൾ എൻ്റെ അടുത്തേക്ക് കിച്ചണിക്ക് വരും. അപ്പോൾ എന്താണെങ്കിൽ ഓട്സ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ പാൽപ്പൊടി ഇളക്കിയിട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കണക്കിയിരിക്കും, വെള്ളം പോലെ കുടിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. ഓട്സ് ആകുമ്പോൾ പെട്ടെന്ന് വേകുമല്ലോ. ഇനി ഇതിലേക്കുള്ള കാഷ്നട്ട് മുന്തിരി വറവിടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം. അപ്പം പൊന്നുക്ക് ഇഷ്ടമാണ് റോസ് വാട്ടർ ഒഴിച്ചിട്ടുള്ള ഓട്സ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. റോസ് വാട്ടർ ഒഴിച്ചാൽ ഓട്സിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഓട്സ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു, എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ ഇഷ്ടമാണ്. അങ്ങനെ റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിൽ വറവിട്ടെടുക്കാം. അങ്ങനെ എന്താണെങ്കിൽ ഓട്സ് വറവായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഗീ എടുത്തിട്ട് അതിലേക്ക് കാഷ്നട്ട് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് മുന്തിരി കേക്ക് ഇടാനായതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കണ്ടേനു. അപ്പോൾ എനിക്കിങ്ങനെ പൊട്ടിത്തെറിക്കണേ പേടിയാട്ടെ, ഞാൻ കടുവട്ടിക്കുമ്പോൾ കുറച്ച് വിട്ട് നിൽക്കട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി ഇത് ചൂടാറ്റിയിട്ട് സന്മോനിക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഓൾ വന്നിട്ട് ഇതിന്ന് വേണ്ടെടുത്ത് കുടിച്ചോളും. അങ്ങനെ ഇനി എന്താണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടേക്കണം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ സന്മോനെ പറഞ്ഞാലുള്ളൂ എനിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു ഇത് വരും കേട്ടോ. കാരണം ഓൻ പോകുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേരം വെക്കുമോ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഓനിക്കിത് കൊടുക്കട്ടെ. ഓട്സിൻ്റെ കൂടെ കുറച്ച് ഞാൻ നട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ചില്ല പിന്നെ ഈത്തപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്സ് മാത്രമായിട്ട് കൊടുക്കണ്ടല്ലോ വിചാരിച്ചു. അങ്ങനെ ഓനക്ക് കൊടുത്ത് ഓനെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. ഓനെ പറഞ്ഞയച്ചുടനെ ഞാൻ പിന്നെ കിച്ചണിക്ക് വന്നിട്ട് പെരുന്ന പാത്രമൊക്കെ ആദ്യം കേൾക്കാൻ വിചാരിച്ചു. എനിക്ക് കുറേ പാത്രം ഇങ്ങനെ കൂട്ടി വെച്ച് കാണുമ്പോൾ എനിക്ക് പിരാന്ന് പിടിച്ചും കേൾക്കാനേ തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സുഖമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആദ്യം അത് ക്ലീൻ ആക്കട്ടെ വിചാരിച്ചു, അതെല്ലാം കേക്ക് എടുത്ത് വെക്കട്ടെ വിചാരിച്ചു. എന്നാൽ പിന്നെ കിച്ചൺ എപ്പോഴും നീറ്റാക്കാറല്ലോ. കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ പണിയെടുക്കാൻ തന്നെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ കിച്ചണിൽ പെരുന്ന പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി എന്താണെന്ന് ഞാൻ ആലോചിക്കേന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഒന്നെങ്കിൽ പുട്ട് അല്ലെങ്കിൽ നമ്മളപ്പം ഇങ്ങനത്തെ ഒക്കെ സംഭവമാണല്ലോ. അപ്പോൾ പുട്ട് ഏതായാലും ഇവിടെ വലിയ ഇഷ്ടമില്ല കേട്ടോ എല്ലാവർക്കും. അപ്പത്തിനാണെങ്കിൽ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടില്ലേ. നമ്മൾ ലേറ്റായിട്ട് എണീറ്റാലും നമുക്ക് പണി തീരേണ്ട ടൈം നമ്മൾ പണികൾ തീർന്നില്ലെങ്കിൽ നമുക്കൊരു ഗതികേടായിരിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തീർക്കാം. ഇപ്പോൾ സനു മദ്രസ ഇട്ടിട്ടുമ്പോൾ തന്നെ വേഗം എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്നാൻ ടൈം ആകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താണെങ്കിലും ഗോതമ്പ് ദോശ ഉണ്ടാക്കുക, അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ അതിനുള്ള മാവൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ദോശയായി ഇങ്ങനെ ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾക്ക് നെയ്യും പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചുട്ടെടുത്താലും ഗോതമ്പ് ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ.
വേണമെങ്കിൽ ഇതിലേക്ക് സവാള എന്താ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്യുക. പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളകൊക്കെ ആഡ് ചെയ്ത പൊന്നും സാധനം തിന്നുമ്പോൾ കടിച്ചുമ്പോൾ ഹാഹു എന്നൊക്കെ പറയട്ടോ. പിന്നെ ഓലിഞ്ഞ ചീത്ത പറയും, എന്തിനാ തീക്ക് മുളക് ഇട്ടെന്നൊക്കെ വയ്ക്കും. അപ്പം ഞാൻ കുറച്ച് മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് നെയ്യും തന്നെ അതിൻ്റെ മുകൾക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ അതിലേക്ക് ചട്നിക്ക് അത്യാവശ്യം എരിവാണ് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു കാന്താരി മുളക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ കാന്താരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ കാന്താരി അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ പച്ചമുളകാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 2 കാന്താരി ഇട്ട് അത്യാവശ്യം എരിവ് ഉണ്ടാവുമല്ലോ വിചാരിച്ചാണ്ട് അത്യാവശ്യം കാന്താരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഞ്ചി ആവശ്യമുണ്ട്. അങ്ങനെ ഇഞ്ചിയും കൊത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നൊക്കെയുള്ള ഇഞ്ചി ഞാനിപ്പോൾ തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേപോലത്തെ 2 കഷ്ണം കിട്ടിയ ഇന്നൊക്കെ ഉള്ള ഇഞ്ചിയായി. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ ഏതായാലും കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. മഴ ആണതിൻ്റെ മുന്നേ ഇതിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ആക്കുമ്പോൾ ഇങ്ങനെ കൂടുതലില്ല. ഇപ്പോൾ മഴ ഒഴിച്ചപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ മൂപ്പായത് പറിച്ചാനായത് 1 ഉണ്ടായിട്ടുള്ളായിരുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ പറിച്ചാലും മൂപ്പായിട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ 1 എടുത്ത്. ഏതായാലും നമുക്ക് ചീരപ്പറങ്ങി ഉണ്ടല്ലോ, പച്ചമുളക് ആകുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് അതിലേ. ഇനി എന്താണെങ്കിലും ഈ കാന്താരിയും പച്ചമുളകും പിന്നെ ഇഞ്ചി അങ്ങനെ പുതിനയിലൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ തൈരിനെ കൊണ്ടാണ് ചട്നി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശയ്ക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു ചട്നി കേട്ടോ. വേറെ കറിയൊന്നും എനിക്ക് ഗോതമ്പ് ദോശയ്ക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ചട്നിയാണ് കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് അത്യാവശ്യം എരിവാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചീരപ്പറങ്കി എടുത്ത് പോന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കൂടുതൽ എരിവിടണ്ട. അത്യാവശ്യം എനിക്ക് വേണ്ട എരിവിടാ. അതിപ്പോൾ എന്തായാലും പൊന്നുക്കും സനുക്കും കൂടിപ്പോകും. എന്നാലും അവർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ കൂട്ടാമല്ലോ. കുറച്ച് കൂടുതൽ എരിവാണെങ്കിലും കുറച്ചൊക്കെ എടുക്കണേന് വലിയ പ്രശ്നമൊന്നും തോന്നൂലല്ലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് പച്ചമുളകും നമ്മൾ നേരത്തെ പറിച്ച കാന്താരിയിൽ ഒരു 4 കാന്താരി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുതിനയിലേ വേണ്ടത്. പക്ഷെ ഞാൻ മല്ലിയിലയും പുതിനയിലയും കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മല്ലിയില കുറച്ച് കൂടുതൽ നിൽക്കും, പുതിനയില പെട്ടെന്ന് കേടിടും. അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് പുതിനയില കൂടുതൽ കേടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഇല നോക്കിയിട്ട് മാത്രം എടുത്തിക്കുകയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് തണ്ട് കൊടുത്തിട്ടാട്ടോ അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ പുതിനയിൽ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാമെന്ന്. then അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ ഉപ്പ്, തൈര് ഇത്രയും ഇട്ട് കൊടുത്ത് അരച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാറിൻ്റെ മൂടി കേടാട്ടോ. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സന്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 ആളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് എടുത്ത് വെച്ചാൽ ഇവർക്ക് ഫോൺ ഓൺ ആക്കണം. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ ഫോണും ടി വി ഒന്നും കാണരുതെന്ന പറച്ചില്ല. പക്ഷേ ഇവർക്ക് കൂടുതൽ വേണ്ടത് എന്തെങ്കിലും തിന്നാനിരിക്കുമ്പോഴാട്ടോ. അല്ലാത്ത ടൈമിൽ ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കൊടുക്കണത് നല്ലൊന്നുമല്ല. എന്നാലും അങ്ങനെ സ്വൈര്യം കെടുത്തി ചോദിച്ചുമ്പോൾ കൊടുക്കും. പിന്നെ ഇവർ കൂടുതൽ സ്വൈര്യം കെടുത്തി ഫോൺ ചോദിക്കുന്ന ടൈം എപ്പോഴാച്ചാൽ നമ്മൾ വീട്ടുകാരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഫുള്ളങ്ങട്ടാവില്ലേ. അപ്പോൾ ഫോണ് തരുമോ ചോദിച്ചു. അപ്പോൾ ഇവർ വന്നവരോട് സംസാരിക്കണം, ഓരപ്പം കളിക്കണം, അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഫോൺ കിട്ടേണ്ട അപ്പം എന്തായാലും കിട്ടുമെന്ന് ഓൽക്കറിയാം. അപ്പോൾ വന്ന് ചോദിക്കും. അതേപോലെ ഞാൻ എന്നെ ആരെങ്കിലും ഫോൺ ചെയ്ത് കാണി ഞാനിങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ ഗെയിം കളിച്ചാൽ മറ്റേ ഫോൺ തരുമോ അങ്ങനെ ചോദിച്ചു. അപ്പോഴും തന്നെ ഞാൻ ഇവരോട് വർത്തമാനം പറയാൻ അയക്കൂലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞ് പോയിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്തെടുക്കും. അങ്ങനെ ഓരോ സമയം നോക്കിയിട്ട് കേട്ടോ
ഇവർ എന്നോട് ഫോൺ ചോദിക്കുക, അങ്ങനത്തെ അടവൊക്കെ കണ്ടെത്തിക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്കുള്ള ചോറാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച് തീ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് വിറകടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വിറകായിരിക്കണം. നല്ല വിറക് മീൻസ് ഇങ്ങനെ പെട്ടെന്ന് കത്തണം കേട്ടോ, അല്ലെങ്കിൽ പിരാന്ത് പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചോറാക്കാം ഇനി. അങ്ങനെ പിന്നെ കറി കൂട്ടാൻ ഇങ്ങനെയൊക്കെ ഓരോന്നാക്കണമല്ലോ. അപ്പം ഞാൻ ചോറിനില്ല വെള്ളം വെച്ചപ്പോൾ പൊന്നു പറഞ്ഞു നമുക്ക് എല്ലാ പണി ഒരുക്കിയിട്ട് വേഗം നമുക്ക് പുറത്ത് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ പുറത്ത് പോകാൻ കുറേ ആയി പൂതിയായിട്ട് ഇപ്പം ഒന്നും പുറത്ത് പോയിട്ടില്ല കേട്ടോ സാനു. രണ്ടാളും പിന്നെ ഒരുമിച്ച് അങ്ങനെ പറച്ചില്ല കേട്ടോ, നമുക്കൊരു പരിപാടിയില്ല, നമുക്ക് എങ്ങോട്ടേലും പോവുക എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇവരൊന്ന് നേരം വെളുത്ത സ്കൂള് മദ്രസ് ഇങ്ങനെ പോകണമല്ലോ, അപ്പോൾ ഇവർക്കുണ്ട് അങ്ങനെ പുറത്ത് പോകാനൊക്കെ പോതി. അപ്പോൾ ഞാൻ പറഞ്ഞു പാണ്ടിക്കാട് മഞ്ചേരി, ഇതിൻ്റെ അപ്പുറമൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, നമുക്ക് പോകണമെങ്കിൽ പോവാം. എന്തായാലും പാണ്ടിക്കാട് പോയാൽ നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാം. പിന്നെ ലോങ് ഒക്കെ പോകണമെങ്കിൽ നമ്മളെ കൂടെ ആണുങ്ങൾ വേണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വലിയ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കോ അങ്ങനെയൊക്കെ പോകണം ലോങ് പോകണമെങ്കിൽ. പിന്നെ ഓൾക്ക് ടൂറായിട്ട് പോകാനാണ് ഓൾക്ക് കൂടുതലിഷ്ടം. പക്ഷെ ടൂറായിട്ട് പോകണമെങ്കിലൊക്കെ ഒന്നെങ്കിൽ നമ്മളെ ഒപ്പം ആണുങ്ങൾ വേണം, അല്ലെങ്കിൽ നമ്മളത്രയും ബന്ധുക്കാരാരെങ്കിലും വേണ്ടേ. അപ്പോൾ അതാട്ടെ ഞാൻ ഓളോട് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പേടി, എന്തോ അറിയില്ല, അതൊക്കെ ശരിയാക്കിയിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചു പാണ്ടിക്കാട് പോവാം. എന്നാൽ പൊന്നുവിൻ്റെ ബാഗ് ശരിയാക്കാം. പൊന്നുവിൻ്റെ ബാഗ് പൊട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞു പിന്നെ എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ പാണ്ടിക്കാടാകുമ്പോൾ നമുക്ക് തോനെ പോകാനില്ല, പിന്നെ നമുക്ക് സാവധാനം പോയി സാവധാനം പോരാ, എൻജോയ് ചെയ്ത് പോരാന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് പണിയൊരുക്കുക, ഞാൻ മുരിങ്ങ ഒടിച്ചു കൊടുന്നു തരാം. കാരണം മുരിങ്ങ ഒടിച്ചു കൊടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ എങ്ങനെയാണ് മുരിങ്ങ ഊരിയാണെന്നറിയില്ല, അപ്പോൾ ഞാൻ ഊരി കാട്ടി കൊടുക്കേന്. അപ്പോൾ പറഞ്ഞു പണ്ട് നിങ്ങൾ അമ്പാന്നും പറഞ്ഞിട്ട് പശുവിനെ ഉണ്ടാക്കി തന്നിട്ടില്ലേന്, അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് കാട്ടി കൊടുത്തു. പിന്നെ അവളോട് പറഞ്ഞു ഇനി ബാക്കി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പായ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇന്ന് മുരിങ്ങനെ കൊണ്ട് കറിയും പപ്പായനെ കൊണ്ട് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പപ്പായ അറുത്ത് കൊടുന്നപ്പോൾ തന്നെ പൊന്നിൻ്റെ മുരിങ്ങ വീട്ടിലൊക്കെ കഴിഞ്ഞാണ്. ഫസ്റ്റ് ആദ്യമായിട്ടാണ് അവൾ മുരിങ്ങ വരുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഞാൻ ഊരിന് അത്ര പെർഫെക്റ്റ് അല്ല, ഫസ്റ്റല്ല, അപ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും ശരിയാക്കിയെടുത്തു. പിന്നെ അടിച്ചുവരലൊക്കെ പൊന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഈ പണിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വരണം. പിന്നെ നമ്മളെ ചോറ് ഏകദേശം വേകാനായിക്കണ്. അപ്പോൾ ചോറ് അടന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മളെ പപ്പായ ഉപ്പേരി വെക്കണം കേട്ടോ. വിറകടുപ്പിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞ് അപ്പം തന്നെ അത് വെന്ത് കഴിഞ്ഞാൽ അത് വാങ്ങി അപ്പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ കേട്ടോ വിറകടുപ്പുമ്പോൾ വെക്കാൻ ഇഷ്ടം. അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ തീയൊക്കെ കെട്ട് പിന്നെ രണ്ടാമത് വെക്കണമെങ്കിൽ പിന്നെ നമ്മൾ തീ കത്തിച്ച്, അങ്ങനെ ആകുമ്പോൾ വിറകടുപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പിരാന്ത് പിടിച്ചിടും. അപ്പം ഇങ്ങനെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പപ്പായൊക്കെ കട്ട് ചെയ്ത് നമ്മളെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാന്താരി ചതച്ചതും പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പായ വേകാൻ ആവശ്യത്തിന്. നമ്മളിവിടെ ആ ചെറിയ മുളകിന് കാന്താരി എന്ന് പറയും, ചീരാപ്പറങ്കി എന്നും പറയും കേട്ടോ. പലതും പറയും കേട്ടോ. ഞാൻ ചിലപ്പോൾ രണ്ടും പറയലുണ്ട്, രണ്ട് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്താണെങ്കിലും ചോറ് വാങ്ങി വെക്കട്ടെ. അപ്പം ഇനി അപ്പുറത്തുനിന്ന് ചോറ് ഊറ്റും ചെയ്യുക. ഇനി ഇവിടെ പപ്പായൻ്റെ ചട്ടി വെക്കാം. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചോറ് ഊറ്റിയുന്ന പാത്രം ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോട്ടെ, ഒന്ന് ചൂടായിക്കോട്ടെ പാത്രം, എന്നിട്ട് അത് ചൂടായ ശേഷം വാങ്ങിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പൊന്നോട് സനോട് പോയി കുളിക്കാൻ പറയണേ. അപ്പോൾ പൊന്നൂന് നേരത്തെ കുളിച്ചില്ലെങ്കിൽ ഉള്ള മുടി ഉണങ്ങൂലെങ്കിൽ പിന്നെ ഒക്കെ മുടി കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ കുറേ നേരത്തെ കുളിച്ചലാണ് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മുടി ഉണങ്ങാതെ എങ്ങോട്ട് പോകണം ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ്. ഒക്കെ ശരിക്കും മുടി ചുറ്റി കെട്ടണം, ഇങ്ങനെ നിർത്തിയിടേ അങ്ങനെ നോക്കി ഇഷ്ടമില്ല. അപ്പം വേഗം പോയി കുളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ പൊന്നു വേഗം പോയി കുളിച്ച് പിന്നെ കഴിഞ്ഞിട്ട് സാധനവും കുളിച്ചിട്ടോ. അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. അപ്പോൾ നമ്മളെ പപ്പായ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി എന്നോട് ഏതായാലും നമുക്ക് കറിയാണല്ലോ ആക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ചെമ്മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നു അത് പൊരിച്ചിട്ടുണ്ട്. അപ്പം ഇനി മുരിങ്ങ കറിയാക്കാം. നമ്മൾ പപ്പായക്ക് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പപ്പായ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മുരിങ്ങയിലക്കറിയാണ് കേട്ടോ. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കണം, വലിയ ആഡംബരമായിട്ടൊന്നും ഉണ്ടാക്കണില്ല.
അപ്പോൾ ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ചെറിയുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ. നമ്മൾക്ക് 3 ആൾക്കുള്ള കറിയല്ലേ. പിന്നെ ഈ പൊന്നും സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കറിയെ കൂട്ടുള്ളൂ കേട്ടോ. അതിന് ഞാൻ നിർബന്ധിച്ചിട്ട് പകർന്നു കൊടുക്കണം. പിന്നെ നമ്മൾ കാന്താരി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്, അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ വെള്ളം തളിച്ച് തന്നിട്ട് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കണം. അപ്പം കൂടുതൽ മുരിങ്ങയിലേക്ക് കുറച്ച് കറി ഉണ്ടാവുള്ളൂ. ഇവർ രണ്ടാളും കറി അങ്ങനെ വല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ തിന്നലുള്ളൂ. ഓൾക്ക് അങ്ങനെ കറിയൊന്നും ഏത് കറിയോടും വലിയ ഇഷ്ടമൊന്നുമില്ല. സാമ്പാറൊക്കെ ആണെങ്കിൽ ഓൾക്ക് ഇഷ്ടമാണ്. പിന്നെ പൊന്നോക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രധാനപ്പെട്ട കറി, അതെന്താണെന്ന് കേൾക്കണ്ടേ? ആർക്കും ഇഷ്ടമില്ലാത്ത കറി എന്നല്ല. പൊന്നിനെ പോലെ ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മളിവിടെ കഞ്ഞിവെള്ളം തളിച്ചെന്ന് പറയും. വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് അതേമാതിരി ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കഞ്ഞിവെള്ളം തളിച്ചായിട്ട് ഈ മുളക് പൊടിക്ക് പകരം ചിലവർ പച്ചമുളക് ചേർക്കും. പച്ചമുളക് ചേർത്താലൊന്നും പൊന്നോക്ക് പറ്റില്ല. പക്ഷേങ്കിൽ പൊന്നുക്ക് മുളക് പൊടി ചേർത്തേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പൊന്നു നമ്മളെ ചെമ്മീനും പൊരിച്ചെടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ നമ്മൾ ആ കുക്കിംഗ് ഒക്കെ റെഡിയായി. പിന്നെ വീതനൊക്കെ തുടച്ച് സെറ്റായി നമ്മൾ മാറ്റി ഒരുങ്ങി പോയിട്ടുണ്ട്. നമ്മൾ പാണ്ടിക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 മുറത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുറം വാങ്ങി. പിന്നെ സനുവും പൊന്നും നിഷുവും കൂടെ എന്തൊക്കെയോ നോക്കിക്കേനു. സനു പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിഷു പറഞ്ഞു ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ നിഷുവും പോന്നിട്ടുണ്ട്. സനുക്ക് നിഷു ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നിഷുക്കും തന്നെ സാധനം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവർ രണ്ടാളും സെയിം ഏജ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവർ ഓരോ ക്യൂട്ട് സാധനമൊക്കെ നോക്കിക്കേറ്റു. പക്ഷേ എനിക്ക് ഓലക്കാട്ടിൽ ഇഷ്ടമാണ് ഇതൊക്കെ വാങ്ങാൻ കേട്ടോ. കുറേ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടോ. പിന്നെ പൊന്നവിടെ പോയാലും പേനിട്ട് വാങ്ങുക. അങ്ങനെ 2-3 പേന എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ അവൾക്ക് ഫാൻസി സാധനത്തിനാണ് ഭയങ്കര ക്രേസ്. ഇപ്പോൾ ഫാൻസി സാധനം വേണ്ടെന്നല്ല, കൂടുതൽ പേന പെൻസിൽ ഇതൊക്കെ നോക്കട്ടോ. പിന്നെ നിഷു ഇവർ 3 ആളും ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ താഴത്തേക്ക് പോയി. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ സോപ്പ് പൊടി, കംഫർട്ട്, അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ ഇഞ്ചി, നാരങ്ങോ, ഇങ്ങനെ കുറച്ച് ഐറ്റമൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഇവരെ പോലെ നമുക്ക് പേന, പെൻസിൽ, മുട്ടായി ഇതൊന്നും നമുക്ക് വേണ്ടില്ല. നമ്മളെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ ബസ്മതി റൈസ് വാങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി, പിന്നെ നാരങ്ങ, ഇതൊക്കെ തന്നെ ആയിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ബില്ലാക്കണതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടായി എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബില്ലാക്കാൻ പോയി. ഇവർ 3 ആളും ഒരാൾ പറയാതെടുക്കുക, ഒരാൾ പറയതെടുക്കുക, അങ്ങനെ കൺഫ്യൂഷനായിരുന്നു. ഞാൻ പറഞ്ഞു ബില്ലാക്കണതിന് മുന്നേ എടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവരെ ഏതൊക്കെ പൊറുക്കിക്കൊടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു മുട്ടായി വാങ്ങി. അങ്ങനെ നമ്മളിതെല്ലാം വണ്ടി വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി എനിക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങാണ്ട്. അപ്പോൾ ക്യാഷ്നട്ട് വാങ്ങണേനു. അങ്ങനെ ഞാൻ ക്യാഷ്നട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഏത് കടയിലാണ് കയറി വിചാരിച്ചാൽ അതിന് ലോലിയിൽ കയറി കേട്ടോ. അങ്ങനെ കടന്ന് വാങ്ങിയിട്ട് പിന്നെ ഞാൻ സപ്ലൈയിൽ പോയി. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലൈയിൽ അരിയും കുറച്ച് സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അരി വാങ്ങി, പഞ്ചസാര വാങ്ങി, പിന്നെ ഗ്രീൻ പീസ് വാങ്ങി, ഉഴുന്ന് വാങ്ങി, അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഇത് വാങ്ങി, ഉണക്കമുളക് ഇത് വാങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് പൊന്നിൻ്റെ ബാക്കിൻ്റെ ഷിബ് പൊട്ടി സൈഡിൽ സ്റ്റിച്ച് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ സാഫ്രോണിൽ കൊടുത്ത ഇവർ ബാഗെല്ലാം ശരിയാക്കി തരട്ടെ, എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി. പിന്നെ നമ്മൾ VTSൻ്റെ ലിബർട്ടി റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാണ്ട് നമ്മൾ കയറിയിട്ട് എൻജോയ് ചെയ്യാൻ വന്നല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാതെ എന്ത് വിചാരിച്ച്. അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പാണ്ടിക്കാട് വന്നപ്പോൾ ടൈം പോയി കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പം നന്മ ലാബിൽ കേട്ടോ. അപ്പം അങ്ങനെ അത് വാങ്ങി. അപ്പോഴാണ് നിഷു പറഞ്ഞു എനിക്ക് വേണേനു പേന. അപ്പം ഞാൻ പറഞ്ഞു പൊന്നു വാങ്ങിയപ്പോൾ ഒരേനോ ചോദിച്ചു. അപ്പം പൊന്നു വാങ്ങി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്നായിക്കോട്ടെ നമുക്ക് ഇവിടെ ന്യൂ പുഞ്ചിരി കയറാമെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ന്യൂ പുഞ്ചിരി കയറി. പക്ഷേ ഇവിടെ കയറുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമ്മളെ പൊന്നൂക്ക് എന്തെങ്കിലും വേണ്ടി വരും. ഓൾ ലിപ്സ്റ്റിക്ക് അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നതിന്. പക്ഷേങ്കിൽ ഓൾ അതൊന്നും പറഞ്ഞില്ല കേട്ടോ, നല്ല കുട്ടിയായി. അങ്ങനെ നിഷുവിന് പേനയും വാങ്ങി. നമ്മൾ പിന്നെ നേരെ വന്നത് റേഷൻ കടിക്കട്ടോ. അങ്ങനെ റേഷൻ അരി വാങ്ങി. പിന്നെ മില്ലിൽ പൊടിച്ചാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ കിട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നേരെ തറവാട്ട് പോയി. പിന്നെ കുറച്ച് നേരം തത്തമ്മനെ കളിപ്പിച്ചിട്ടോ. തത്തമ്മയാണെങ്കിൽ പുറത്തേക്ക് വിടായിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ തത്തമ്മൻ്റെ മുതലാളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിടാൻ പേടി, പറന്നുപോയ ഓനിന്നെ തച്ചുവല്ലോ. അങ്ങനെ പിന്നെ അതിനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അമ്പായങ്ങ ഉണ്ട് ഇവിടെ, അപ്പോൾ ഏതെങ്കിലും ഇപ്പം അമ്പായങ്ങൻ്റെ സീസണാണ് തോന്നുന്നുണ്ട്. കുറച്ച് അമ്പായങ്ങ പറിച്ചിട്ട് അച്ചാറിടാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെ അമ്പായങ്ങ അച്ചാറിട്ടിട്ടില്ല, അച്ചാറിട്ട് തിന്നിട്ടില്ല, ഉപ്പിലിട്ട് തിന്നിട്ടുണ്ട്.
അപ്പോൾ അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പറിച്ചു കൊണ്ടുവന്നു. ഇത്രയും ഉണ്ടായിട്ടുള്ളതിന് കേട്ടോ. അപ്പോൾ ശരിക്കും കേകി അവിടെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഉണങ്ങിയിട്ട് പിന്നെ അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. ഉണങ്ങിയിട്ട് മീൻസ് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിൽ ഊറ്റിയെടുത്തിട്ട് ഇതൊന്നും കൂടെ കേക്ക് എടുക്കണം. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊണ്ട് വരച്ചിട്ട് പോകാത്ത, അപ്പോൾ നന്നായി വരച്ചെടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ചായയും പയമ്പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കുടിക്കാൻ വിചാരിച്ചു. നമ്മുടെ പയമ്പൊരിൻ്റെ ഒക്കെ കൊലം കണ്ടില്ലേ, ഇക്കൊലത്തിലാണ്. കൊല രൂപമൊന്നും നോക്കണ്ട മക്കളെ, തിന്നാൻ ടേസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെങ്കിലും നമ്മുടെ അമ്പയങ്ങൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് അച്ചാറാക്കി. പക്ഷെ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല അമ്പയങ്ങ അച്ചാർ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. 3 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് തിന്നിട്ടില്ലല്ലോ. പൊന്നും സാധനം നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നു. എനിക്കപ്പോൾ ഒന്നും വിശക്കുള്ളായിരുന്നു. ഞാൻ പിന്നെ സാവധാനം തിന്നിട്ട് കിടന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ അപ്പോൾ ഞാൻ പോയി ടാറ്റാ.